എന്തായാലും സ്വന്തം മകനെ തോൽപ്പിക്കാൻ അവന്റെ ഭാര്യയുടെ അച്ഛനെ വിളിച്ചു വരുത്തില്ല ഈ അഖിലാണ്ടേശ്വരി. അത്തരം വില കുറഞ്ഞ ചെയ്തികൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത് കൃഷ്ണേട്ടാ. ശരി, അത് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെന്തിന് ദാസ് ഔട്ട് ഹൗസിൽ പോലും പോകാതെ തൃച്ചംബരത്ത് താമസിക്കുന്നു? എന്ത് കാര്യത്തിന്? എന്ത് നേടാൻ? ആർക്കു വേണ്ടി? ആര് പറഞ്ഞിട്ട്? എന്റെ അറിവ് വെച്ച് ദാസിന്റെ പേരില ഇപ്പോഴും ഔട്ട് ഹൗസ്. നമ്മൾ നേരിട്ടാണ് അതിന്റെ പ്രമാണം കൊടുത്തത്. അതുകൊണ്ട് തന്നെ ദാസിന് ഔട്ട് ഹൗസിലേക്ക് മാറി താമസിക്കുന്നതിൽ ആരുടെ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. എന്നിട്ടും അത് ചെയ്യാതെ മക്കളെ തോൽപ്പിക്കാനല്ലെങ്കിൽ പിന്നെന്തിന് ദാസ് തൃച്ചംബരത്ത് താമസിച്ചു? അതിന്റെ ഉത്തരമാണ് എനിക്കറിയേണ്ടത്. അതിന്റെ ഉത്തരം വളരെ ലളിതമാണ് കൃഷ്ണേട്ടാ. ആനന്ദിനെ ചികിത്സിക്കാൻ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോവാൻ നമ്മൾ തീരുമാനിച്ചു. കല്യാണിയപ്പോ ഒറ്റപ്പെട്ടു പോകും. അവര് ഔട്ട് ഹൗസിൽ സുരക്ഷിതരായിരിക്കുമെന്ന് അവനെ ബോധ്യപ്പെടുത്തണമായിരുന്നു എനിക്ക്. അതിന് ആനന്ദ് പോകുമ്പോ ദാസേട്ടനെ ഔട്ട് ഹൗസിൽ താമസിപ്പിക്കാനായിരുന്നു എന്റെ ഉദ്ദേശം. പക്ഷേ പെട്ടെന്ന് കഥ മാറിമറിഞ്ഞുപോയി. നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ആനന്ദിന് കാഴ്ചശക്തി തിരിച്ചു കിട്ടിക്കഴിഞ്ഞിരുന്നു. മകളുടെ പ്രവർത്തികൾ കൊണ്ടാവാം ലക്ഷ്യം പിഴച്ചിരിക്കുന്നു. അതെ, ലക്ഷ്യം പിഴച്ചിരിക്കുന്നു. ഇനി ഈ ദാസന്റെ ആവശ്യമില്ലേ തൃച്ചംബരത്തിന്? ആർക്കൊരു ഭാരമാവാതെ പോകണം എനിക്ക്. ഞാനിവിടെ നിൽക്കുന്നത് തൃച്ചംബരത്തിന് ബാധ്യതയായി തീരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തെറ്റ്. ബാധ്യതയായി തോന്നിയിരുന്നെങ്കിൽ മകളെയും കൂട്ടി പണ്ടേ തൃച്ചംബരത്തേക്ക് വരരുതായിരുന്നു ദാസേട്ടൻ. ആരും മറക്കാൻ പാടില്ലാത്ത ചില സത്യങ്ങളുണ്ട് ഇപ്പോഴും ഈ വീട്ടിൽ. പാരമ്പര്യവും പ്രൗഢിയും മുറുകെ പിടിച്ചിരിക്കുന്ന തൃച്ചംബരം ഇത്തരത്തിൽ കുത്തഴിഞ്ഞു പോകണമെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ദാസേട്ടനും അതിനൊരു ഉത്തരവാദിയാണെന്നുള്ള കാര്യം മറക്കാൻ പാടില്ല എന്നർത്ഥം. താലികെട്ടിയ ഈ ഭർത്താവും രണ്ടു മക്കളും ചേർന്ന് അഖിലാണ്ടേശ്വരിയെ കോമാളി വേഷം കെട്ടിച്ചപ്പോ ഞാൻ എപ്പോഴൊക്കെയോ കൂടപ്പറപ്പിനെ പോലെ കരുതിപ്പോയ ദാസേട്ടനെങ്കിലും എന്റെ ഒപ്പം ഉണ്ടാവുമെന്ന് വിചാരിച്ചു ഞാൻ. എന്നിട്ടും സംഭവിച്ചത് എന്താണെന്ന് വിശദീകരിക്കണോ ഞാൻ? അവസാനമായിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ. ആരെയും ഒന്നിനെയും തടയുന്നില്ല അഖിലാണ്ടേശ്വരി. അവരവർക്ക് അവരവരുടെ ഇഷ്ടം. പോകുമ്പോ വാതിലടയ്ക്കണം, അത്രമാത്രം. ദാസ് തെറ്റുകാരനാണെന്ന് പറയുന്നില്ല. അഖില പറയുന്നത് പോലെ പോകണോ വേണ്ടേ എന്ന് ദാസിന് തീരുമാനിക്കാം. പക്ഷേ അതിങ്ങനെ ക്ഷീണിതനായിരിക്കുന്ന ഈ അവസ്ഥയിൽ വേണോ എന്ന് സ്വയം ചിന്തിക്കണം. എനിക്കിത്രയേ പറയാനുള്ളൂ.
കല്യാണി ആ ഫോൺ എടുക്ക. ഹലോ ഹലോ, ആനന്ദല്ലേ? വലിഞ്ഞു കുളിക്കാണല്ലോ. ആരാ മനസ്സിലായില്ല? ഞാൻ റോയൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. പേര് റീന വർഗീസ്. നീന വർഗീസോ? കല്യാണിയല്ലേ? അതെ. എന്നെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? പിന്നെ അറിയാതിരിക്കോ? കല്യാണി ദാസ്. ആദ്യം എന്റെ വക ഒരു കൺഗ്രാറ്റ്സ് അറിയിച്ചോട്ടെ. കൺഗ്രാറ്റ്സോ? എനിക്കോ? എനിക്കെന്തിനാ? എന്തിനാന്നോ? കൊള്ളാം. ഞങ്ങളുടെ ക്രിസ്ത്യൻ ശൈലിയിൽ പറഞ്ഞ ആനന്ദിനെ പോലത്തെ ഒരു സോളമനെ കണ്ണെറിഞ്ഞു വീഴ്ത്തിയ സൂസന്നെ അല്ലേ കല്യാണി? റോമിയോ ജൂലിയറ്റിനെ പോലെ അതുല്യ പ്രണയ ജോഡികൾ. കോളേജിൽ ഞങ്ങൾ 100 കണക്കിന് പെൺകുട്ടികളുടെ ഹീറോ ആയിരുന്നു ആനന്ദ്. ആനന്ദിനെ പ്രേമിച്ചവരുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു കോളേജില്. എന്ത് ചെയ്യാന്, ക്യൂ നിന്നതും സ്വപ്നം കണ്ടതും മാത്രം മിച്ചം. ആ ഗന്ധർവന്റെ കരളിൽ മുട്ടിട്ടത് തൊടിയിലെ ഒരു നാടൻ ചെമ്പരത്തിയാണെന്ന് അറിഞ്ഞപ്പോ സത്യം പറയാലോ, ഞങ്ങള് കോളേജും ഹോസ്റ്റലും ഒക്കെ ഞെട്ടി. പിന്നെ ഈ ഇടക്കാലം വരെ ഒരു തരം അസൂയായിരുന്നു കല്യാണിയോട്. അല്ല, ഇത് പറയാനാണോ ഇപ്പൊ വിളിച്ചേ? ആരാ കല്യാണി? ആരാ കല്യാണി? ഞാൻ കൊടുക്കാമേ. ഹലോ. ഹായ് ഡാർലിംഗ്, ഐ എം റീന വർഗീസ്. റീന വർഗീസോ? ഇതെവിടെന്നാ? ആനന്ദേ, ഞങ്ങൾ IT ഫീൽഡ് ബിസിനസ്സിലേക്ക് ഇറക്കാന്ന് വിചാരിച്ചു. വലിയ തോതിലൊന്നും അല്ല കേട്ടോ, ചെറിയ തോതിൽ. അപ്പോ സൗത്ത് ഇന്ത്യയിലെ മികച്ച ബിസിനസ്മാനോട് ചില അഡ്വൈസുകളൊക്കെ ഒന്ന് ചോദിക്കാന്ന് വിചാരിച്ചു. അതാ വിളിച്ചത്. ആനന്ദ് ഇപ്പൊ എവിടെയാ? എനിക്കൊന്ന് നേരിട്ട് കാണാൻ പറ്റുമോ ആനന്ദിനെ? ഓക്കെ, ഷുവർ, കാണാലോ. ഞാൻ റീന വർഗീസിനെ വിളിക്കാം. ഓക്കെ ഓക്കെ, ബൈ. ഒരു കാമദേവൻ. ഞാൻ പോയി ചോറൂതി എടുത്തിട്ട് വരാം. തൽക്കാലം ഇതെന്റെ കയ്യിരിക്കട്ടെ. ഈശ്വരാ, ദാസേട്ടാ, 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 ദാസേട്ടാ. ദാസേട്ടാ, ഞാൻ വിളിക്കാം. ഓക്കെ. എന്താ ചേച്ചി? സർ, ദാസേട്ടന് ഒരനക്കവും ഇല്ല. അയ്യോ, ദാസേട്ടാ, 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 ദാസേട്ടാ. ഞാനേ വണ്ടി എടുത്തിട്ട് വരാം. ഒരു മിനിറ്റ്. ദാസേട്ടാ, ദാസേട്ടാ, ദാസേട്ടാ. സർ, ആ ഡോർ തുറക്കോ? ഞാൻ എടുത്തോളാം. ഈശ്വര, ദാസേട്ടന് ഒരബദ്ധം വരുത്തരുതേ. അഖില മാഡത്തിനോട് പറയാം. നിക്കടി അവിടെ. എന്താടി വിയർത്തൊലിക്കുന്നുണ്ടല്ലോ, എന്താ പ്രശ്നം?
അല്ല നീ എന്താ ഈ ബാഗുമായി ടൂർ പോവാൻ വന്നാണോ? ഒന്നുമില്ല മാഡം. ആ എന്നിട്ടാണോ നീ ഈ വെളുപ്പാങ്കാലത്ത് ഇങ്ങനെ വേർത്തൊലിച്ച് നിൽക്കുന്നേ? നീ ആരെ കാണിക്കാനാ ഈ ഓടിക്കതച്ച് വന്നതെന്ന്? ദേ സത്യം പറഞ്ഞോ, അറിയാലോ നിനക്കെന്നെ. മാഡം അത് ഏത് ദാസേട്ടൻ? ദാസേട്ടൻ? ദാസേട്ടൻ ആ സ്റ്റെപ്പിൽ ബോധമില്ലാതെ കിടക്കുമായിരുന്നു. ഇപ്പൊ അരവിന്ദ് സാറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതേ ഉള്ളൂ. ഓ, നീ സത്യമാണോ ഈ പറയുന്നേ? അതെ മാഡം, സത്യം. അപ്പോ ബാഗ് ദാസിന്റെ ആണ്. ഇയാള് ബാഗുമായിട്ട് എവിടെ പോയിരുന്നു? നിക്ക്, ഇങ്ങോട്ട് വാ. നീ എങ്ങോട്ട് പോവാ? അഖില മാഡത്തിനോട് പറയാൻ. വേണ്ട മാഡം. തളർന്ന് വീണത് നിന്റെ തന്തയൊന്നും അല്ലല്ലോ. ഓ, നിനക്ക് അത്രയ്ക്കങ്ങ് നോവാൻ. മാഡം. ആ അതെ, മാഡം തന്നെ ഈ പറയുന്നത്. ഇത് തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി ഇപ്പൊ അറിയണ്ട. നിന്റെ ദാസേട്ടൻ മദ്യപിച്ച് ലെക്ക് കെട്ട് കിടന്നു എന്നറിഞ്ഞാലേ അഖിലാണ്ടേശ്വരി സങ്കടപ്പെടും. മാഡം, ദാസേട്ടന് സുഖമില്ലാതെ. ദാസേട്ടൻ ബോധമില്ലാതെ കിടന്നിട്ടുമില്ല, നീ കണ്ടിട്ടുമില്ല. ഇനി വർഗസ്നേഹം കൂടി നീ ഇത് അഖിലയോട് പറയാൻ നിന്ന ഇന്നത്തോടെ ഇവിടുത്തെ നിന്റെ ഉദ്യോഗം ഞാൻ അവസാനിപ്പിക്കും. അതിനൊരു മോഷണക്കുറ്റമെങ്കിൽ മോഷണക്കുറ്റം. അറിയാലോ നിനക്കെന്നെ. പൊയ്ക്കോ, പോടി. അവള് പുതച്ചു മൂടി കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ? എഴുന്നേക്കാൻ, എഴുന്നേക്കടി അവിടെ. നിന്നോടല്ലേ പറഞ്ഞ എഴുന്നേക്കാൻ? എഴുന്നേക്കാൻ. ആന്റി, എന്താ ആന്റി ഇത്? ഉറങ്ങാനും സമ്മതിക്കൂല. നേരം വെളുത്തിട്ട് എഴുന്നേറ്റാ പോരെ. ഓ, നീ എന്നെങ്കിലും സൂര്യൻ ഉദിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ ദാസേട്ടനെ ബോധമില്ലാതെ ഹോസ്പിറ്റലിലേക്ക് എടുത്തോണ്ട് പോയെന്ന്. ഇപ്പോ ആ സുജാതയെ പറഞ്ഞത് അരവിന്ദ് ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്ന്. ഞാൻ അന്വേഷിച്ച് ചെന്നപ്പോ ഇന്നലെ എങ്ങാണ്ടോ ബോധമില്ലാതെ മുറ്റത്ത് വീണ് കിടന്നതായിരുന്നു. അറിഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോ ആള് തീർന്നു കിട്ടാനാ സാധ്യത. ആന്റി, സത്യമാണ് ഈ പറയണേ? അറ്റാക്ക് ആയിരുന്നു ആന്റി? ഓ, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇന്നലെ രാത്രി മുഴുവൻ മുറ്റത്ത് ബോധം കെട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ രക്ഷപ്പെടാൻ വല്ല സാധ്യതയോ ഉണ്ടോടി? ആന്റി, ഡെഡ് ബോഡി ആയിട്ടാണ് അരവിന്ദന്റെ ആശുപത്രി കൊണ്ടുപോയത്. ബോഡിയോ? ഇവിടുന്ന് കൊണ്ടുപോകുമ്പോ ജീവൻ ഉണ്ടായിരുന്നു സുജാത പറഞ്ഞത്. ആന്റി, ആദ്യം ആരാ കണ്ടത്? സുജാതയാണോ? ഓ, ആദ്യം കണ്ടത് സുജാതയാണോ അരവിന്ദാണോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നോട് വന്ന് പറഞ്ഞത് സുജാതയാ. അപ്പൊ അഖിലാന്റി അറിഞ്ഞു കാണൂല്ലേ? ഇല്ല, സുജാത അഖിലയോട് പറയാൻ ഓടിപ്പോയതാ. കയ്യോടെ വന്ന് ചാടിയത് എന്റെ മുമ്പില്. ഇത് അഖിലയെ അറിയിക്കരുതെന്ന് ഞാനങ്ങ് വിലക്കി. അയ്യോ, അതേതായാലും നന്നായി. അല്ലെങ്കിലേ പഴയതുപോലെ വേണമെങ്കിൽ വിശ്വസ്തനെ രക്തം കൊടുത്ത് രക്ഷിച്ചോണ്ട് വരും. എന്നെ പേടിയുള്ളതുകൊണ്ട് ഏതായാലും പെട്ടെന്നൊന്നും അവൾ അഖിലയോട് പറയാൻ പോകുന്നില്ല. പക്ഷേ ദാസേട്ടനോടുള്ള സ്നേഹം മൂത്ത് ചിലപ്പോ അങ്ങനൊരു അബദ്ധം കാണിച്ചാലോ? രണ്ടും ഒരേ വർഗമാണല്ലോ. അതുകൊണ്ട് നീ ഒന്ന് ഫ്രഷ് ആയിട്ട് അവളെ ഒന്ന് വാച്ച് ചെയ്യണം, സുജാതയെ. അവള് അഖിലാണ്ടേശ്വരിയുടെ അടുത്ത് പോകുമ്പോ അവളുടെ മേൽ നിന്റെ 2 കണ്ണുകളും ഉണ്ടായിരിക്കണം. അത് ഞാൻ ഏറ്റു ആന്റി. ആ സുജാത അഖിലാന്റിയോട് പറയാതെ ഞാൻ നോക്കിക്കോളാം. എന്നാ വേഗം പോയി പല്ലൊക്കെ തേച്ച് റെഡിയാവ്. ചെല്ല്. അയ്യോ, അതിന് പല്ലും തേക്കണ്ട.
രാവിലെ ഒരു പഴം കഴിച്ചാ മതി. ദാ. അയ്യേ, അപ്പൊ പല്ല് തേപ്പൊന്നും ഇല്ലല്ലേ? വല്ലപ്പോഴും. നന്നായി. ശ്ശോ, കഷ്ടം തന്നെ. വേഗം പോയി റെഡിയാവാൻ നോക്കടി. ആശം പിടിക്കാൻ എവിടെന്നാന്തോ. ഞാനെവിടെയാ? ദാസേട്ടാ, കുഞ്ഞു, ദാസേട്ടാ ഈ വെള്ളം കുടിച്ച്. ഞാനിപ്പോ എവിടെയാ? എന്നെ എവിടേക്കാ കൊണ്ടുവന്നേ? എന്നെ എവിടേക്കാ കൊണ്ടുവന്നേ കുഞ്ഞെ? പറയേ. നമ്മളിപ്പോ ഹോസ്പിറ്റലിലേക്കാ പോകുന്നത്. ഹോസ്പിറ്റലിലേക്കോ? എന്തിന്? ദാസേട്ടൻ വല്ലതും അറിയുന്നുണ്ടോ? ദാസേട്ടൻ തൃച്ചംബരത്തിന്റെ മുറ്റത്ത് ബോധമില്ലാതെ വീട് കിടക്കുമായിരുന്നു. ഞാനും സുജാതേച്ചും കൂടിയിട്ടാണ് കാറിൽ കയറ്റിയത്. കുഞ്ഞ് കാറ് നിർത്തിയേ. എന്തിന്? അതിന് ഹോസ്പിറ്റൽ ആയിട്ടില്ല. കുഞ്ഞ് കാറ് നിർത്ത്. ഹോസ്പിറ്റലൊക്കെ ഞാൻ തനിയെ പൊക്കോളാം. കുഞ്ഞ് വെറുതെ ബുദ്ധിമുട്ടണ്ട. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എന്റെ ദാസേട്ട ഇതൊന്നും ആയിരുന്നില്ല ദാസേട്ടന്റെ കുറച്ചു മുമ്പത്തെ സ്റ്റേജ്. കുഞ്ഞിപ്പ എന്നെ കൊണ്ടുപോകുന്നത് ഏതെങ്കിലും മുന്തിയ പ്രൈവറ്റ് ഹോസ്പിറ്റലായിരിക്കും. അവരെന്നെ അഡ്മിറ്റ് ചെയ്യും. ആ ചെയ്യട്ടെ, അതിനിപ്പോ എന്താ? അഡ്മിറ്റ് ചെയ്താ കൂടെ നിൽക്കാൻ ഇരിക്കാനുള്ളേ. ഒന്ന് തളർന്നു വീണ താങ്ങാവാൻ പോലും ഈ ദാസിന് ആരുമില്ല. ആരുടെ മനസ്സിലും ദാസില്ല. ദാസ് അനാഥനാ. ദാസേട്ട എന്തൊക്കെ പറയുന്നേ? എവിടെ കിടന്ന് ചത്താലെന്താ? പെരുവഴി കിടന്ന ദിവസേന എത്ര നായ്ക്കളി ചാവുന്നു. അനാഥ ശവങ്ങളും മൂടുന്ന കൂട്ടത്തില് മുനിസിപ്പാലിറ്റിക്കാരെ എന്നെയും മൂടിക്കൊള്ളും. ദാസേട്ട ഒരുമാതിരി ഫിലോസഫി വർത്താനം പറയാൻ നിൽക്കല്ലേ. പ്രായം വെക്കൊന്നും ഞാൻ നോക്കാൻ നിൽക്കില്ല, പറഞ്ഞേക്കാം. അനിയൻ കുഞ്ഞ് എന്തും പറഞ്ഞോ, ദാസിന് സങ്കടമില്ല. ഞാൻ തോളത്തെടുത്ത് നടന്ന കുഞ്ഞല്ലേ. ഓ, അപ്പൊ അങ്ങനെ ഒരു വിചാരമുണ്ട്. ആ, അപ്പൊ അന്ന് തോളി കയറിയ കുഞ്ഞ് തന്നെ പറയുന്നേ അവിടെ അടങ്ങിയിരിക്കാൻ. കുഞ്ഞ് കാറ് നിർത്തി, എനിക്ക് ഇറങ്ങണം. ദാസേട്ട എന്തൊക്കെയാ പറയുന്നേ? കാറ് നിർത്ത് കുഞ്ഞെ, അല്ലെങ്കിൽ ഇതിനകത്ത് എടുത്ത് ചാടും. നിർത്താനാ പറഞ്ഞേ. ദാസേട്ട എന്തൊക്കെയാ കാണിക്കുന്നേ? വണ്ടി നിർത്ത്. ദാസേട്ട വണ്ടി നിർത്ത്. ദാസേട്ട ഇത് റോഡാണ്. വണ്ടി നിർത്തിയില്ലേ ഇപ്പൊ ചാടും. പ്ലീസ് ദാസേട്ട, ഞാനൊന്ന് പറയുന്നേക്ക്. കുഞ്ഞ് കൈവിട്. ദാസേട്ട ഇത് എന്തുള്ള ഭാവമാണ്? കുഞ്ഞ് പേടിക്കുന്ന പോലെ ഈ ദാസേട്ട ആത്മഹത്യ ചെയ്യാനൊന്നും പോകുന്നില്ല. ഇനി ആർക്കും ഒരു ബാധ്യതയാവാൻ ഞാനില്ല.